നമസ്കാരം. രമേശ് ചെന്നിത്തലയാണ്. ഈ വീഡിയോയുടെ വിശദാംശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ ചില വാക്കുകൾ ഞാൻ ആദ്യം പറയാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KSU യൂണിറ്റ് സെക്രട്ടറി ആയത്. ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല. ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വളർന്നു വന്ന നേതൃനിരകളാണ് ഞങ്ങളൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകും. അന്ന് കഷ്ടപ്പെട്ട് സൈക്കിളിൽ യാത്ര ചെയ്താണ് KSU രൂപീകരിച്ചത്. അടികൊണ്ട് തല പൊട്ടി ചോര വന്നിട്ടുണ്ട്. പാർട്ടിക്കെതിരെ ഒരക്ഷരം പോലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ഥാനങ്ങൾ വരികയും പോവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ VM സുധീരൻ രമേശ് ചെന്നിത്തലയുടെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏറ്റെടുത്ത പദവികൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും വിലയിരുത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവ് ഇങ്ങനെ പറയാൻ, അതായത് എൻ്റെ ഭൂതകാലം അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് പൊതുമധ്യത്തിൽ വന്ന് മൈക്ക് കെട്ടി സ്വയം വിളിച്ചു പറയാൻ എത്തപ്പെട്ട ഒരു സാഹചര്യം എന്താണ്? നമുക്ക് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മെയ് 4 വരുന്നതിന് മുമ്പ് കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള മത്സരത്തിൻ്റെ കഥ അറിയാം. ഈ പശ്ചാത്തലത്തിൽ കൂടി രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇന്ന് കോൺഗ്രസിൽ കേരളത്തിൽ ഏറ്റവും ആദ്യം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്കോ എടുത്തു വെക്കാൻ ആദ്യം തന്നെ ഓർമ്മയിൽ വരാൻ ഇടയുള്ളൊരു പേര് രമേശ് ചെന്നിത്തലയുടേതാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഒരു നേതാവ്, അതിനുശേഷം കേരളത്തിൽ വന്ന് പ്രതിപക്ഷ നേതാവായി നടത്തിയ പ്രവർത്തനം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായി അങ്ങനെ ഒരു പേര് നമ്മുടെ മുമ്പിലേക്ക് വരാം. എന്നിട്ടും ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെട്ട സാഹചര്യം എന്താണ് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത്. നമ്മളും ഈ വീഡിയോയിൽ അതിൻ്റെ വ്യത്യസ്തമായൊരു തലമാണ്, അത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ് ചർച്ച ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല അതിൽ പ്രത്യേകം പറയുന്നത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിലേക്കുള്ള മത്സരത്തിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ 3 പേരുടെ പേരിൽ വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഒരാളെ ഉയർത്തിക്കാട്ടാൻ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇന്ന് പത്രങ്ങളിൽ വന്ന 2-3 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മുഖ്യമന്ത്രി പദവിക്കായി മുഖം മൂടി ആക്രമണം എന്നുള്ളതാണ്. അതായത് ഒരു സംഘം ഓരോരുത്തർക്കും വേണ്ടി മുഖം മൂടി അണിഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നേരിട്ടുള്ള ലൈഫിൽ ഭൗതിക സാഹചര്യത്തിൽ നമുക്കറിയാം, മുഖം മൂടിയിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവില്ല. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം, മറ്റൊരു പേരിട്ട് മറ്റു ചില മുഖങ്ങൾ അണിഞ്ഞുകൊണ്ട് പ്രൊഫൈലുകൾ നമുക്ക് തെറി വിളിക്കുന്ന കാഴ്ചകൾ നിരന്തരം കാണാം. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഇതിനു വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട സംഘങ്ങളാണ്. അതായത് മുഖ്യമന്ത്രി കസേരയിലേക്ക് നേതാക്കളെ പ്രതിഷ്ഠിച്ച് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണം അതിരുവിട്ടപ്പോൾ കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഈ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരെയാണ് അണികൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതിൽ തങ്ങൾ പിന്തുണക്കുന്ന നേതാവ് ഒഴികെയുള്ള 2 പേരെ സാമൂഹിക മാധ്യമങ്ങളിൽ ആക്രമിക്കാൻ 90 വ്യാജ IDകൾ KPCC തന്നെ കണ്ടെത്തി. പ്രചരണം അതിരുവിട്ടതോടെ പ്രസ്താവനകൾക്കും സാമൂഹിക മാധ്യമ ചർച്ചയ്ക്കും വിലക്ക് ഏർപ്പെടുത്തി. ഈ നില തുടരുന്നത് വോട്ട് ചെയ്ത ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന അഭിപ്രായമുള്ള നേതാക്കളുണ്ട്. അത് എല്ലാവർക്കുള്ള അഭിപ്രായമാണ്. ഇമാതിരി പരിപാടിയൊക്കെ അത് 4-ാം തീയതി റിസൾട്ട് പോലും വന്നിട്ടില്ല, അതിന് മുമ്പുള്ള പരിപാടിയാണല്ലോ നടക്കുന്നത്. സൈബർ പോരിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്ന പേരുകാരാരും തയ്യാറാകുന്നില്ല എന്നതും മറ്റു നേതാക്കളെ പ്രകോപിപ്പിച്ചു. ഇവരുടെ ആവശ്യത്തെ തുടർന്ന് ശനിയാഴ്ച KPCC ഭാരവാഹികളുടെ അടിയന്തര യോഗം ചേർന്നു. നേതാക്കളുടെ സാമൂഹിക മാധ്യമ പേജിൽ കമൻ്റ് ഇടുന്ന പല അക്കൗണ്ടുകളും മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചതിന് ശേഷം തുടങ്ങിയവയാണ്. ഏറെയും വ്യാജവുമാണ്. ഇതോടെയാണ് ആസൂത്രിത നീക്കമുണ്ടെന്ന് ബോധ്യമായത്. സാമൂഹിക മാധ്യമ കോർഡിനേറ്റർ വിമല ബിനു KC വേണുഗോപാലിനെയും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരെയും സൈബർ ഇടത്തിൽ ആക്രമിക്കണം എന്ന് രഹസ്യ കൂട്ടായ്മയിൽ ആഹ്വാനം ചെയ്തത് പരസ്യമായതോടെ കൈവിട്ട കളിയാണ് നടക്കുന്നതെന്ന ബോധ്യം KPCCക്കുണ്ടായി. കോർഡിനേറ്റർക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നതോടെ സൈബർ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഹൈബി ഈഡനെതിരെയും വിമർശനമുയർന്നു. ചുമതല ഒഴിയാനുള്ള സന്നദ്ധത ഹൈബി പ്രകടിപ്പിച്ചതായാണ് വിവരം. എന്നാൽ ഔദ്യോഗികമായി KPCCയെ അറിയിച്ചിട്ടില്ല. ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും കോർഡിനേറ്റർക്കെതിരെയുള്ള നടപടിയടക്കം തീരുമാനിക്കുക എന്നുള്ളതാണ് വാർത്ത. ബിജു പരവത്ത് മാതൃഭൂമിയിൽ എഴുതുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ 3 എണ്ണമാണ്. ഒന്ന്, 90 വ്യാജ IDകൾ KPCC തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇതിനെതിരെ KPCCയുടെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇനി ആരും ഇമാതിരി പരിപാടിക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഹൈബി ഈഡന്റെ രാജിയാണ്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഹൈബി ഈഡൻ മടുത്ത് മീഡിയ സെൽ ചുമതല ഒഴിയാൻ പോവുകയാണ് എന്നുള്ള വാർത്തയുണ്ട്. മംഗളം പത്രത്തിലെ വാർത്ത ഞാൻ വായിക്കാം.
മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സൈബർ പോര് കടുക്കുന്നതിനിടെ മടുത്ത് ഹൈബി ഈഡൻ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതല ഒഴിയുന്നു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ സൈബർ പോരിൽ DGPക്ക് പരാതി നൽകി KPCC ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ വിമല ബിനു രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച് ഹൈബി KPCC പ്രസിഡന്റ് കത്ത് നൽകിയത്. എന്നാൽ സ്ഥാനമൊഴിയലും നിലവിലെ വിവാദങ്ങളും തമ്മിൽ ബന്ധമില്ലെന്ന് ഹൈബി പറയുന്നു. ഹൈബിയുടെ കത്തിൽ KPCC അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി കസേര തർക്കത്തിൽ തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നുവെന്നും പ്രചാരണം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നും വിമല പരാതിയിൽ പറയുന്നു. എറണാകുളത്തെ VD സതീശൻ ഗ്രൂപ്പിലെ പ്രധാനിയാണ് വിമല. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ സൈബർ ആക്രമണത്തിന് വിമല ആഹ്വാനം ചെയ്തെന്ന തരത്തിൽ ചില സ്ക്രീൻഷോട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. മാതൃഭൂമി പത്രത്തിൽ അങ്ങനെയല്ല പറയുന്നത്. വിമല ബിനുവിനെ പോലുള്ള ആളുകൾ നേരിട്ട് തന്നെ KC വേണുഗോപാലിനെതിരെയും VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുമുള്ള വ്യാപകമായ പ്രചരണത്തിലാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പിലൊന്നും പെടാതെ സ്വതന്ത്രമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഹൈബി ഈഡനെ പോലുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൈബി ഈ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഒടുവിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ സാഹചര്യം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസും നിർബന്ധിത ഗർഭചിത്ര ആരോപണങ്ങളും ഒക്കെ വന്ന ഘട്ടത്തിൽ പാർട്ടിയിലും പൊതുസമൂഹത്തിലും വലിയ തോതിൽ എതിർപ്പുകൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഘട്ടത്തിലൊക്കെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സൈബർ വിങ് ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിൽ ഏർപ്പെടുന്ന അതിവിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ പോലും അവരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വ്യാപകമായി എതിർ പ്രചരണം, വിദ്വേഷത്തിൻ്റെ സ്വഭാവത്തിലുള്ള പ്രചരണം വന്നത് നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ചേർത്ത് വായിക്കേണ്ട കാര്യം ആരുടെ കയ്യിലാണ് ഈ സൈബർ സംഘം നിൽക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി. ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഉയർന്ന ഘട്ടങ്ങളിൽ യന്ത്രന്മാർ ഉണ്ടാകുന്നത് പോലെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. ഇതാണ് കോൺഗ്രസിലെ വലിയ സ്ഥിതി. അത് ഒരു സ്വിച്ച് ഇട്ട് ഓഫാക്കുന്നത് പോലെയോ ആഹ്വാനത്തിൻ്റെ തുടർച്ചയായിട്ട് പോലുമോ അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുന്നു. മറ്റു പലരുടെയും നിയന്ത്രണത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലും ഇതാണ് സംഭവിക്കുന്നത്. വിചിത്രമായ മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം പ്രചരണങ്ങളിൽ ഏർപ്പെട്ടിട്ടും ഒരാളും അതിനോട് നോ എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ലക്ഷ്യമല്ല, പാർട്ടിയാണ് പ്രധാനം, 4-ാം തീയതി കഴിഞ്ഞിട്ട് പറയാമെന്ന്, നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സംശയം ജനിപ്പിക്കുന്നത്. മൗനമായി പിന്തുണ നൽകിക്കൊണ്ട് ഈ ആളുകൾ അതിനൊപ്പം നിൽക്കുകയാണോ അല്ലെങ്കിൽ അവരുടെ ആഹ്വാനപ്രകാരം തന്നെ പ്രവർത്തിക്കുകയാണോ എന്നുള്ള സംശയമടക്കം മുന്നോട്ട് വരികയാണ്. മാത്രമല്ല, നേരത്തെ മാതൃഭൂമി വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വേണ്ടി നടത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന അണികളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 90ഓളം പ്രൊഫൈലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് കണ്ടുപിടിച്ചത് മാത്രമാണ്, 100 കണക്കിന് വേറെയുമുണ്ട്. അവർ അഹോരാത്രം പണിയെടുക്കുകയാണ്. എന്തിനാ? ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൂടെ ഈ ഒരാൾ KC ഭയങ്കര സംഭവമാണ്, VD ഭയങ്കര സംഭവമാണ്, ചെന്നിത്തല ഭയങ്കര സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള അടയാളങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നറേറ്റീവിന് വേണ്ടിയിട്ട്, മേൽക്കൈ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫൈലുകളും പ്രചരണങ്ങളിലും ഏർപ്പെടുകയാണ് എന്നുള്ളതാണ്. ഈ ഊർജ്ജം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിച്ചിരുന്ന 2-3 സീറ്റ് കൂടുതലെങ്കിലും പിടിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. അത്ര മാത്രം പ്രായോഗികമായി രാഷ്ട്രീയത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകാത്തവർ ഇപ്പോൾ നേതാക്കളുടെ പ്രായോഗിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് ആക്ഷേപം വരുന്നത്. ഇതിന് പിന്നിൽ വലിയ ഒരു സംഘം ഓരോരുത്തർക്ക് പിന്നിലും ഉണ്ട് എന്നുള്ളത് നേരത്തെ KPCC തന്നെ കണ്ടെത്തുന്ന പ്രൊഫൈലുകളുടെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഈ സാഹചര്യം എന്താണ്? ഇതിന് വേണ്ടി പ്രത്യേകമായി PR എക്സസൈസ് നടക്കുന്നുണ്ടോ മുതലായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ അശ്വിൻ അശോകിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. ഇലക്ഷൻ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകുന്നത് സാധാരണമാണ്, അത് ആവശ്യവുമാണ്. എന്നാൽ വോട്ട് പെട്ടിയിലായി ഫലം വരും മുമ്പേ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് കോൺഗ്രസിലെ 3 പ്രമുഖർ നടത്തുന്ന ഈ സോഷ്യൽ മീഡിയ തള്ളു കാണുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഇവർ തമ്മിലാണ് സൈബർ യുദ്ധം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പണിയെടുക്കുന്നത് കേരളത്തിലെ തന്നെ ഒരു PR കമ്പനിയാണ്. ഏപ്രിൽ 20 മുതൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പരസ്യം പുഷ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ KC ഒന്ന് ട്രോളാനും സതീശൻ ജിയുടെ കഴിവ് പൊക്കിപ്പിടിക്കാനും ഇവർ മറക്കുന്നില്ല. ഇതാണ് രസകരമായ കാര്യം. KC വേണുഗോപാൽ KCക്ക് ഇന്ത്യ മുഴുവൻ പിടിയുള്ളത് കൊണ്ട്
ഉള്ള PR എക്സസൈസിലാണ് മുഴുകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഘം. PR പണി നടത്തുന്നത് ബാംഗ്ലൂർ ബേസ് കമ്പനി വഴിയാണ് KCക്ക് വേണ്ടി. ഏപ്രിൽ 20 തന്നെ അദ്ദേഹവും കളം പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. തൻ്റെ പഴയ മന്ത്രിസ്ഥാനങ്ങളും AICC പ്രവർത്തനങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്താണ് KC വേണുഗോപാലിൻ്റെ പരസ്യങ്ങൾ വരുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ കുറച്ചുകൂടി ഡയറക്റ്റാണ്. കേരള യാത്ര എന്ന പേരിൽ നാട് മൊത്തം ഒന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്തു. ഈ കൊടും ചൂടത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തിൻ്റെ മനക്കരുത്ത് സമ്മതിക്കണം. പുള്ളിക്ക് വേണ്ടിയും മറ്റൊരു ബാംഗ്ലൂർ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും മുമ്പേ ഏപ്രിൽ 18 തന്നെ അദ്ദേഹം പരസ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സതീശിൻ്റെയും KCയുടെയും പേജുകൾ ഏത് യൂണിവേഴ്സലിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പിടികിട്ടുന്നില്ല. എങ്കിലും അണിയറയിൽ നടക്കുന്നത് ഒന്നൊന്നര അംഗമാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ് റിസൾട്ട് വരാനിരിക്കെ കസേര ഉറപ്പിക്കാൻ ഇവർ നടത്തുന്ന ഈ പാച്ചിൽ കാണാൻ നല്ല രസമുണ്ട് എന്നാണ് അശ്വിൻ അശോക് എഴുതുന്നത്. ഇത്രയും വലിയ കമ്പനികളെയും PR സംവിധാനങ്ങളെയും ഉപയോഗിച്ചുള്ള ഈ ഊർജം കുറച്ചു കാലം മുന്നേ ആ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഗുണം പാർട്ടിക്ക് ഉണ്ടാവില്ലടോ. അതുപോലും നടത്താതെ ഇങ്ങനെ ഒരു ഘട്ടം കഴിയാൻ കാത്തിരുന്നിട്ട് ഇനി മെയ് 4-ന്, അതായത് ഇത് ജനം തളികയിൽ വെച്ച് തരും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടായികയൊന്നുമില്ല. UDFന് ഭരണം കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചിട്ട് ആളുകളെ കൂടുതൽ ഇതിലേക്ക് അണിനിരത്താൻ കഴിയും വിധത്തിലുള്ള ഒരു പ്രചരണകാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് ഇത് ഇടപെട്ടൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഈ തരത്തിലുള്ള നീക്കം വ്യാപകമായി നടക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊത്തം നോക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ വലിയ തോതിൽ KC വേണുഗോപാലിൻ്റെ വരവിൻ്റെ തുടർച്ചയായി ഒരു നിരീക്ഷണം നടത്താൻ പറ്റും. വലിയ തോതിലുള്ള പ്രചരണങ്ങളാണ്. ഇതിൻ്റെ ആദ്യഘട്ടം KCയുടെ ഭാഗത്തു നിന്നാണല്ലോ തുടങ്ങുന്നത്. K സുധാകരനാണ് ആദ്യം പറയുന്നത് KCയെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായി വരണം എന്ന് പരസ്യമായി പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ മേൽ രാഷ്ട്രീയമായ അണിയറ പോരുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ KC ഇതിനകത്ത് എങ്ങനെയാണ് ഒരു സാധ്യതക്കായി നിൽക്കേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയും, ഇനി സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക? VD സതീശൻ നിലവിലെ പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തല സ്വാഭാവികമായി യോഗ്യൻ മുൻ പ്രതിപക്ഷ നേതാവ്, ഇവർ തമ്മിൽ വലിയൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ ഈ മത്സരം കൊടുമ്പിരി കൊള്ളുമ്പം ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ മത്സരം കൊടുമ്പിരി കൊള്ളുമ്പം അതിനിടയിലേക്ക് ഹൈക്കമാൻഡിൽ നിന്നും പരിഹാര ഫോർമുല എന്ന നിലയിൽ KC വേണുഗോപാൽ വരും. അതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. ഒന്ന്, പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയായിട്ടാണ് KC വരുന്നത്. രണ്ടാമത്തത്, KCക്ക് ഇവിടെ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉണ്ടാവും അങ്ങനെ വരികയാണെങ്കിൽ. കാരണം നിലവിലെ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും KCയുടെ നോമിനികളാണെന്നൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നതാണ്. ഇതൊക്കെ ഊഹങ്ങളാണ്. ഈ തരത്തിലുള്ള സമാന്തര ലോകത്ത് നടക്കുന്ന ചർച്ചകൾക്ക് സമാന്തരമായിട്ടുള്ള വിശകലനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിഹാര ഫോർമുലയിലൂടെ KCക്ക് മുഖ്യമന്ത്രിയാവും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താ? ഈ രണ്ടുപേർ അടി കൂടുന്നതിന് മുന്നേ തന്നെ KC ലാൻഡ് ചെയ്ത് കളഞ്ഞു. ആദ്യം KCയാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ KCയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇനി മറ്റൊരാൾ ഇറക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സുവർണാവസരം, തനിക്ക് കരഗതമാകുമായിരുന്നൊരു സുവർണാവസരം KCയും ക്യാമ്പും തൊലച്ചു കളഞ്ഞു എന്നുള്ളതാണ് KCയെ സംബന്ധിച്ച് ഇതിൽ വലിയൊരു നഷ്ടക്കച്ചവടം ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ KC തൽക്കാലം മാറുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ്റെ ക്യാമ്പും ഒപ്പം ചെന്നിത്തലയുടെ ക്യാമ്പും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ ഇനി വീണ്ടും KCനെ കൊണ്ടുവന്നാലും KC ഒരു പ്രശ്നത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പരിഹാര ഫോർമുലയായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം KC വരുമ്പം ഈ രണ്ടുപേരുടെ ക്യാമ്പും വീണ്ടും KCക്കെതിരെ തിരിയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകും. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് പ്രശ്നത്തിലേക്ക് പരിഹാര ഫോർമുലയായി ലാൻഡ് ചെയ്യാനുള്ള ഒരു നല്ല സുവർണാവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല, എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിന് ആദ്യം തന്നെ ഇറങ്ങിക്കളയാൻ വെച്ചിട്ട് വിചാരിച്ചാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ആ ഒരു അവസരം KC ക്യാമ്പ് കളഞ്ഞു കുളിച്ചു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വർത്തമാനകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആലോചിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതൊക്കെ അവസരമാണോ, സുവർണാവസരമാണോ, കഷ്ടാവസരമാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ മെയ് 4-ന് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടണം. അത് പെട്ടിയിൽ കിടക്കുന്നേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നോക്കേണ്ടത്. ഇനി കിട്ടിയില്ലെങ്കിൽ ഇതുപോലൊരു കോമഡി കാലം, ഇതുപോലെ ചിരിപ്പിക്കുന്ന ഒരു കാലം കേരളം കണ്ടിട്ടില്ല എന്ന അവസ്ഥയിലേക്കും പോകും എന്നുള്ളതാണ്. അതെങ്കിലും മിനിമം ഇവർ ആലോചിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുക. മെയ് 4 ആവാതെ ഇതിലൊന്നും ഒരു തീരുമാനത്തിന് പ്രസക്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഇനിയും 4 വരെ ഇവരുടെ ഈ പരിപാടി തുടരുകയാണെങ്കിൽ നമുക്ക് കണ്ടു രസിക്കാം എന്നുള്ളത് മാത്രമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിട. നന്ദി, നമസ്കാരം.